ഹായ് ഓൾ വെൽക്കം ബാക്ക് ഹാഷ് ഡിസൈൻ ഷൈൻ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു അംബ്രല്ല ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇതൊരു 9 ഇഞ്ച് ഓർ 8 ഇഞ്ച് ഏജിലുള്ള കിഡ്സിന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഈ ഒരു ഫാബ്രിക് 2 ടൈപ്പിലുള്ള ഫാബ്രിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കോട്ടൺ, ഒരു എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഫാബ്രിക് ആൻഡ് പ്ലെയിന് ഷൈനിങ് ആയിട്ടുള്ള ഫാബ്രിക്. ഒരു ഷൈനിങ് ഫാബ്രിക് സ്കേർട്ടിന് വേണ്ടിയിട്ടാണ് അംബ്രല്ല ആ ഒരു ഫ്രോക്കിൻ്റെ താഴെ ഭാഗം ബോട്ടം പാർട്ടിലേക്കാണ് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ യോക്ക് പോർഷൻ അല്ലെങ്കിൽ മീത്തെ ഭാഗം ടോപ്പ് പാർട്ടിനാണ് അത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റായിട്ട് നമുക്ക് ടോപ്പ് പോർഷൻ കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ഫാബ്രിക് എടുക്കാം. അപ്പം അതിൻ്റെ ഈ ഒരു ലൈനിങ് നീളത്തിലായിട്ട് കിട്ടുന്ന വിധം ആണ് എടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കും ഫസ്റ്റ് കടിച്ചുള്ള ആ ഒരു കിഡിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് വൈറ്റ് ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ്ങൊക്കെ ഞാനിതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 12 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. 12 ടോട്ടൽ ലെങ്ത്ത്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ്, അതായത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 എടുക്കുന്നത്. പിന്നെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് സ്പേസ് കൊടുക്കാം. പിന്നെ ആം ഹോൾ ലെങ്ത്ത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 8 പ്ലസ് 2 ഇഞ്ച് 10 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത്. അടുത്തതായി ഇതുപോലെ കർവ് ഷേപ്പിൽ ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. പിന്നെ എടുക്കുന്നത് ഷേപ്പ് വിഡ്ത്താണ്. ഷേപ്പ് വിഡ്ത്ത് 7.5 എടുക്കുന്നത്. ആൻഡ് യോക്ക് പോർഷനിലെ ഏറ്റവും താഴെ ഭാഗം, അതായത് ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്കേർട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗവും 7.5 എടുക്കുന്നത്. സീം അലവൻസ് 1.5 ഏറ്റവും താഴെ ഭാഗം കൊടുക്കുന്നത്. ഇനി പോയിൻ്റൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 8 ആൻഡ് ഷേപ്പ് 7.5 ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സീം അലവൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് ചെസ്റ്റിന് 2 ഇഞ്ചാണ്, പിന്നെ 1.5 ഇഞ്ചാണ് താഴോട്ട്. അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 1/2 ഇഞ്ച് എടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത ആ ഒരു ലൈനിൽ ടാപ്പ് വെച്ചാൽ പിന്നെ വേണ്ടത് 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. പിന്നീട് 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. ഇങ്ങനെയാണ് ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആൻഡ് ഫ്രണ്ടിലെ നെക്ക് വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് എടുക്കുന്നത് 2.5 ആണ്, 2.5 ആണ്. അപ്പോൾ സ്ക്വയർ പോലെ വരച്ച് കൊടുത്ത് കർവ് ഷേപ്പിൽ വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ അടുത്തതായി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. വിത്ത് സീം അലവൻസ് 10 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് 7.5 മാർക്ക് ചെയ്യാം. സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കാം. ആദ്യം 7.5 മാർക്ക് ചെയ്ത അവിടെ വിഡ്ത്തിലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഇപ്പുറം ഭാഗം ഓപ്പൺ ആയിട്ടുള്ള പാർട്ടാണ്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും മിത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ കിഡ്സിനായത് കൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു സീം അലവൻസിൻ്റെ അവിടേക്ക് ആ ഒരു പോയിൻ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓപ്പൺ പാർട്ടിൽ ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. വിത്ത് സീം അലവൻസ് 6 ഇഞ്ച് കൊടുക്കാം. ഇനി ഒരു 2 പോയിൻറ്റും
ജോയിൻ ചെയ്ത് കൊടുക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ അല്ലെങ്കിൽ യോക്ക് പോർഷനിൽ ബാക്ക് പാർട്ടാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് ഫ്രണ്ട് പാർട്ടാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നെക്ക് ഇതുപോലെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ക് പാർട്ടും ഇതുപോലെ നെക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷനും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്ക് കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിങ് പാർട്ട് ഉൾവശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പോർഷനാണ്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് പോർഷൻ ഉൾവശത്തേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും മുഴുവനായിട്ടും എഡ്ജ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്തിൽ വരുന്ന ഇതിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു കട്ട് പീസ് എടുക്കാം. 2 കട്ട് പീസ് എടുക്കാം. ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനും ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഈ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
കാലിഞ്ചിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ലെങ്ത്ത് 32 ആണ് എടുക്കുന്നത്. ഇവിടെയാണ് 32 വരുന്നുള്ളത്. ഈ ഒരു പോർഷന് ഈ ഒരു കോർണറിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കാം. കോർണറിൽ വെച്ച് നോക്കുമ്പോൾ 42 ആൻഡ് ഹാഫ് ആയിട്ടാണ് കിട്ടുന്നത്. ആ ഒരു 42 ആൻഡ് ഹാഫ് മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 32 ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 1 ആൻഡ് ഹാഫ് സീം അലവൻസ് ആണ് മുഴുവനായിട്ടും. ഇവിടെ 1 ഇഞ്ച് ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്നത് 30 ആൻഡ് ഹാഫ് ആണ്. മറ്റൊരു ഹാഫ് ഇഞ്ച് ഇവിടെ ടോപ്പ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 30 ആൻഡ് ഹാഫ് ഇഞ്ച് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 30 ആണ് എടുത്തിട്ടുള്ളത്. വിത്തൗട്ട് സീം അലവൻസ്. വിത്ത് സീം അലവൻസ് ടോട്ടൽ ലെങ്ത്ത് ഇവിടെ കാണാൻ പറ്റും 32 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് അവിടത്തേക്ക് ഇതേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടം വരെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഈ ഭാഗം കുറച്ച് ഷൈനിങ് ആയിട്ട് വരുന്ന പാർട്ടാണ്. അപ്പോൾ ഇതാണ് ബാഡ് പാർട്ട്. ഈ ഷൈനിങ് ആയിട്ട് വരുന്ന ഈ പാർട്ട്, അതായത് ഗുഡ് പാർട്ടും ഈ ഒരു ടോപ്പിൻ്റെ യോക്ക് പോർഷൻ്റെ ഗുഡ് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പാർട്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് യോക്ക് പോർഷൻ്റെ നല്ല പാർട്ടാണ്. ഈ ഒരു സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ മീത്ത് വെച്ച് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സീം അലവൻസ് കൊടുത്തിരുന്നു. ആ ഒരു സീം അലവൻസിൽ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഈ പാർട്ടിലും ഈ ഒരു പാർട്ടിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതായി സ്ലീവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജ് ഭാഗം മുഴുവനായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലീവിലും ഇതുപോലെ എഡ്ജ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്ലീവിൻ്റെ നല്ല വശവും യോക്ക് പോർഷൻ്റെ നല്ല വശവും തമ്മിൽ വെച്ച് ഇതിൻ്റെ സെൻട്രൽ ഭാഗവും ഇവിടെയുള്ള സെൻട്രൽ ഭാഗവും തമ്മിൽ വെച്ച് ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും 1/2 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജ് ഭാഗം 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും അതുപോലെ നല്ല വശവും തമ്മിൽ വെച്ച് ഈ ഭാഗവും ഈ ഒരു ഭാഗവും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു വശം ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. എത്രയാണോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സീം അലവൻസ് വിട്ടത് ആ ഒരു പോയിന്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1.5 ആണ് സീം അലവൻസ് കൊടുത്തത്. ഇവിടെ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. ഇവിടെ 1.5 ആണ് കൊടുത്തത്. ഇങ്ങനെ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് ആ ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഇതിന് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്ന ഭാഗം ഇത്രയും ഭാഗം ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ടോപ്പ് പോർഷൻ
ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജ് ഭാഗം താഴം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.